എന്റെ ബോബി വൈകിട്ടത്തെ ഫൈറ്റിന് വേണ്ടി ബെസ്റ്റ് ഓഫ് ലക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക് എനിക്കല്ല പറയേണ്ടത്, ഒക്ടോബസിനോട് പറഞ്ഞാ മതി. അത് ശരി. അപ്പൊ താൻ ഫൈറ്റ് ചെയ്യുന്നില്ലേ? ഒക്ടോബസ് ആണോ ഫൈറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരുമാണ് ഫൈറ്റ് ചെയ്യുന്നത്. എതിരാളിയെ ഒരിക്കലും നിസാരനായി കരുതരുത്. എന്റെ പേര് ബോബി ബോക്സർ എന്നാ. ആ ഒക്ടോപസിനെ ഞാൻ അടിച്ചു പരത്തി പിഴിഞ്ഞ് കടലിലേക്ക് വലിച്ചെറിയും. ഒക്ടോപസ് നിന്നെക്കാളും വലുതാണ്, സംശയമുണ്ടോ? ഈ സുഹൃത്ത് നിങ്ങളെക്കാളും വലുതല്ലേ? അതെ. എന്നാ കണ്ടോ. എടാ എന്താ ഇത്? സ്കൂട്ടറിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നിനക്കിപ്പോ സ്കൂട്ടറാണ് വലുതായി പോയത്. ജോർദാൻ ഇപ്പൊ ബോധം പോയി. ഇതാണ് എന്റെ പഞ്ച്. ഈ പഞ്ച് ഒക്ടോപസിന് കിട്ടിയാൽ അവന്റെ ഗതി എന്തായിരിക്കും എന്ന് ഓർത്ത് നോക്ക്. മത്സരം കാണാൻ മറക്കാതെ വരണം. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. കുടിക്കണം ചൂടുവെള്ളം, ഇവിടെ ഇടിക്കണം നല്ലവണ്ണം. അടികൈ. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. ആ ഒക്ടോപസും ബോക്സർ തന്നെയാ. നീ കണ്ടോ? ആ ഒക്ടോപസിന്റെ കാര്യം തീർക്കും എന്റെ ഹസ്ബൻഡ്. എന്താടാ ഇത് 8 ഗ്ലൗസോ? കാരണം 8 കൈ ഉണ്ടല്ലോ. നമ്മുടെ ദേശീയ പക്ഷി മയില. ഒക്ടോപസിന് ശക്തി കൂടുതലാ. അടികൈ. ബോബി ബോധം കിട്ടിയ ബോബി ഹസ്ബൻഡ് ബോക്സറാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ആണെന്നാണോ ആയിരുന്നെന്നാണോ? വിദേശ രാജ്യത്ത് വെക്കേഷൻ ഞാൻ പോയിരുന്നു. എന്തായാലും നിന്റെ ബോക്സിംഗ് നോക്കൌട്ട് ആയിരുന്നു. അടികൈ. ഇവിടെയുള്ള ബോക്സറോട് ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്. ആരെങ്കിലും എന്റെ അടുത്ത് 5 മിനിറ്റ് പിടിച്ചു നിന്നാൽ ഞാൻ തോൽവി സമ്മതിക്കാം. എടാ ഒരുപാടങ്ങ് ഞെളിയല്ലേ? എന്നാ വാടാ, വന്നെന്നെ തോൽപ്പിക്ക. എന്റെ അടുത്ത് ഒന്ന് ഫൈറ്റ് ചെയ്യാമോ? ഓക്കേ. അല്ലല്ല, ഇവൻ തമാശ പറഞ്ഞതാ. ഹണി എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ നിന്നെ ഇടിച്ചു പരത്തും. പേടിത്തൊണ്ടാ, നിനക്കൊക്കെ സംസാരിക്കാനേ ധൈര്യമുള്ളൂ, ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. പേടിത്തൊണ്ടന്മാരല്ല, നീ 8 കൈ കൊണ്ട് കളിക്കുന്നോണ്ടാ നീ ജയിക്കുന്നത്. 8 ഗ്ലൗസ് കൊണ്ട് ആരെങ്കിലും ഫൈറ്റ് ചെയ്യോ? നിനക്ക് 4 എണ്ണം ഇടാമല്ലോ. ഒരു കാര്യം ചെയ്യാം, ചരിത്രം മാറ്റി എഴുതാം. നിങ്ങൾ രണ്ടുപേരോടും ഞാൻ ഫൈറ്റ് ചെയ്യാം. അപ്പോൾ 8 ഗ്ലൗസ് ആകുമല്ലോ. ഇവൻ പറയുന്നതൊന്നും കേൾക്കണ്ട. ഇവൻ നിങ്ങളെ ചമ്മന്തിയാക്കാൻ നോക്കിയാണ്, സംശയമുണ്ടോ? എന്താടാ, പേടിച്ചു പോയോ? ഞങ്ങൾക്ക് സമ്മതമാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്റെ ഹസ്ബൻഡിനെ കണ്ടില്ലേ? അദ്ദേഹത്തെ ഈ അവസ്ഥയിലാക്കിയെങ്കിൽ നിങ്ങൾ റോഡിൽ പോയ ലോറി തെന്നി മറിഞ്ഞു. നീ ഒറ്റ ഒരുത്തം കാരണം എന്റെ കവിള് മുറിഞ്ഞു. അടികൈ. ഈ ഫ്ലവർ പോട്ട് കൊണ്ട് നിന്റെ കഥ ഞാനിന്ന് കഴിക്കും. എന്നെ വിട്, വിടാൻ. ഇവൻ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ഇവന്റെ തലയിൽ ഐസ് വെച്ചാലേ ഇത് മാറുകയുള്ളൂ, സംശയമുണ്ടോ? ജോർദാറെ, ഐസ് കൊണ്ടുവാ. ഹണി, നീ ഇവിടെ ഇരിക്ക. ഇല്ല, അവനെ കൊന്നിട്ടേ ഞാൻ ഇനി ഇരിക്കുകയുള്ളൂ. തണുത്താൽ എല്ലാം ശരിയാകും.
എനിക്ക് ഒന്നാമത്തെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഇനി വീണ്ടും നിങ്ങളെല്ലാം ദേഷ്യം പിടിപ്പിക്കുകയാണോ? ആദ്യം നിന്നെയൊക്കെ ഒരു വഴിയാക്കേണ്ടത്. രക്തം കുടിക്കുന്ന കൊതുകിനെ എന്തിനാ കൊല്ലുന്നത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ ഓടിച്ചിട്ട് തല്ലുന്നത്? അടികൈ. ഹണി, നീ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ അമ്മച്ചി, അങ്ങക്ക് എന്താണ് സംഭവിച്ചത്? കമ്പിളിപ്പുഴു കടിച്ചത് കൊണ്ട് ചർമ്മം തടിച്ചു. നിങ്ങളുടെ ഹണിക്കിപ്പോൾ ശരിക്കും വട്ടുപിടിച്ചു. അടികൈ. സത്യം, രാവിലെ മുതൽ ഇവൻ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇവിടെ ഞങ്ങളെ എല്ലാരും തല്ലുന്നുണ്ട്. അതെ മേഡം, ഇവൻ എന്നെയും തല്ലി. സോർദാർ എന്നോട് പറഞ്ഞത് മൂത്തവരെ അടിക്കാൻ പാടില്ലെന്ന്. ബണ്ണി എന്റെ ഇളയതാ, അതുകൊണ്ടാ തല്ലിയത്. ഞാൻ അവനത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം അവൻ കന്നാ സാറിനെ തല്ലുകയായിരുന്നു. ഞാൻ കന്നാ സാറിനെ തല്ലിയിട്ടേ ഇല്ല. പൈപ്പ് തുറന്നാൽ കിട്ടുന്നത് വെള്ളമാണ്. ഇവൻ പറയുന്നത് പച്ചക്കള്ളമാണ്. അടികൈ. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഈച്ചയാണ് തല്ലി ഓടിച്ചത്. സത്യമാണെന്ന് ഹണി പറയുന്നത് മൊത്തം കള്ളമാണ്. കേട്ടോ മിസ് കാട്കർ? ഇവൻ എന്നെ ഈച്ച എന്ന് വിളിക്കുന്നു. ഞാൻ ഈച്ചയാണ് ഈച്ച എന്ന് പറഞ്ഞത്. ഒരു മിനിറ്റ്, എന്താ സംഭവിച്ചത്? രാവിലെ മുതൽ ഒരു ഈച്ച എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുകയായിരുന്നു. ഞാൻ അവനെയാണ് തല്ലിയത്. അപ്പൊ കന്നാ സാർ അവിടെ വന്നു. അപ്പൊ നീ പാന് കൊണ്ട് തല്ലിയത് ഈച്ചയായിരുന്നോ? അതെന്നെ, പിന്നെ അത് വെച്ചുകൊണ്ട് സിംഹത്തെ തല്ലാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ എന്റെ തലയിലടിച്ചത്? ആ സമയത്ത് ആ ഈച്ച അങ്ങയുടെ തലയുടെ പുറത്തിരിക്കുകയായിരുന്നു. ഓഹോ, ഇപ്പോഴാണ് കാര്യം എനിക്ക് പിടികിട്ടിയത്. നിങ്ങൾ എല്ലാവരും ഹണിക്ക് വട്ടുപിടിച്ചെന്ന് തെറ്റിദ്ധരിച്ചതാണ്. കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. പപ്പ പാക്ക്, പപ്പ പാക്ക്. അല്ല, ഇത് പറയാൻ വേണ്ടിയാണോ ഇവരിത് കയ്യിൽ വെച്ചോണ്ട് ലോകം മുഴുവൻ വിളിച്ചു പോകുന്നത്? എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ വിളിച്ചു പോവേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാം നിങ്ങളുടെ ഹസ്ബൻഡ് ബോക്സർ ആണെന്ന്. സംശയമുണ്ടോ? എനിക്കെന്തിനാ സംശയം? എനിക്ക് കൺഫേം ആയിട്ട് അറിയാം എന്റെ ഹസ്ബൻഡ് ബോക്സർ തന്നെയാ. പപ്പ പാക്ക്, പപ്പ പാക്ക്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇതും വെച്ചോണ്ട് ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? മുഴുവനും കേൾക്കാതെ ഇടയ്ക്ക് കയറി വന്ന് ഇങ്ങനെ ടേ 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 എന്ന് പറയുകയാണ്. ടേ ടേ ടേ. അല്ലല്ല, ഇവൻ ടേട്ടേന്ന് പറയില്ല. ഇവൻ ബൗബോ എന്നാണ് പറയുന്നത്. ടേട്ടേന്ന് പറയുന്നത് ഈ പോപ്പട്ടാണ്. ഈ കഴുതക്കെട്ട് രണ്ട് കൊടുക്കും മക്കളെ. എന്റെ കുട്ടികളും ബോക്സറാണ്, കണ്ടല്ലോ. പപ്പ പാക്ക്, പപ്പ പാക്ക്. ഓ എന്റെ മേരിക്കോം, എന്തിനു വേണ്ടിയാ രാവിലെ എങ്ങനെ കിടന്ന് തൊള്ള തുറക്കുന്നത്? ഞാൻ തൊള്ള തുറക്കുകയല്ല, അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. ഇന്ന് എന്റെ ഹസ്ബൻഡിന്റെ ബോക്സിംഗ് മാച്ച് ആണ്. ബോക്സിംഗ് മാച്ച്. പപ്പ പാക്ക്, പപ്പ പാക്ക്. ബോക്സിംഗ് മാച്ചോ? അതെ, എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. മാച്ച് കാണാൻ എല്ലാവരും വാ. എന്നിട്ട് മറ്റുള്ള ബോക്സർമാരെ ഇടിച്ച് പരത്തുന്നത് നേരിൽ കാണ്. പപ്പ പാക്ക്, പപ്പ പാക്ക്. കേട്ടോളൂ കേട്ടോളൂ കേട്ടോളൂ, എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. പപ്പ പാക്ക്, പപ്പ പാക്ക്. നീ എന്തിനാ എന്നെ തല്ലിയേ? സോർദാർ പറഞ്ഞോണ്ടാ. ഞാൻ എപ്പോഴാ ബണ്ണിയെ തല്ലാൻ പറഞ്ഞത്? നീയല്ലേ ഇപ്പൊ പറഞ്ഞത് മുതിർന്നവരെ തല്ലാൻ പാടില്ലെന്ന്. ബണ്ണി എന്റെ ഇളയതാ, അതുകൊണ്ടാ ഞാൻ അവനെ തല്ലിയത്. നീ എന്തിനാണ് അളിയനെ തല്ലുന്നേ? എന്തായാലും ആടന്റെ അളിയനല്ല, ഇനി അവനെ തല്ലാം. അല്ല, ആരാണവൻ? നീ എന്തിനാ അവനെ തല്ലിയത്? അവൻ ആരാണെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്തായാലും അവൻ എന്റെ അളിയനല്ല. എന്ന് വെച്ചാ? ബണ്ണിയല്ലേ പറഞ്ഞത് അളിയന്മാരെ തല്ലാൻ പാടില്ലെന്ന്. അവൻ എന്റെ അളിയനല്ല, അതുകൊണ്ടാ ഞാൻ അവനെ തല്ലിയത്. ഇവന് വട്ടുപിടിച്ചെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? റോഡിൽ പോകുമ്പോൾ വരുന്ന വണ്ടികളെ സൂക്ഷിക്കണം.
ഇവനെ എത്രയും വേഗം ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കണം. അടികൈ. ഡോക്ടറിന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല, ഞങ്ങൾ നോക്കിക്കോളാം. എടാ പൊപ്പട്ട് സോർദാറിന്റെ വയറ്റിനകത്ത് പോയി. പോപ്പട്ടല്ല, ഗ്ലാസ് ആണ് പോയത്. ഗ്ലാസിനകത്ത് പൊപ്പട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു. വയറ്റിനകത്ത് പോയവൻ വീട്ടിൽ തിരിച്ചെത്തി. എടാ, എന്നെ എന്തിനെങ്കിലും വെറുതെ തല്ലുന്നത് സംശയമുണ്ടോ? നിക്ക്, ഇന്ന് നിന്നെ ഞാൻ ചമ്മന്തിയാക്കും. ആർക്കും രക്ഷിക്കാൻ കഴിയില്ല, സംശയമുണ്ടോ? ഇല്ല, നമുക്ക് രക്ഷിച്ചേ മതിയാകൂ. അറ്റാക്ക് ചെയ്യ. വട്ടെനിക്കാണ്, നിനക്കല്ല പണി. അതെ, ചെന്നായ്ക്കളോട് എങ്ങനെ പൊരുതും? ഇത്രയും നാൾ വരെ മറ്റുള്ളവരോട് പൊരുതിയ പോലെ തന്നെ പൊരുതും, അല്ലേ കൊച്ചലിയ? സംഘമാണ് ബലം, സംശയമുണ്ടോ? അതെ ഭായ്, വേഗം വാ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഒരു പൂച്ച ഞങ്ങളെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു. സോർദാറെ, ഇവന്മാര് പോവില്ല. കാരണം ഇവർക്ക് പൂച്ചയെന്ന് വെച്ചാൽ ഒട്ടും പേടിയില്ല. നീ പട്ടിയല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്ക്. ഈ സിറ്റിയിലുള്ള ഡോഗിയെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. അറ്റാക്ക്! ഈ റൈറ്റിലുള്ള തന്നെ ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശി. നീ എന്നെ രക്ഷിക്കാൻ വന്നു അല്ലേടാ? അതെ അതെ ഭായ്, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ, എനിക്ക് മുത്തശ്ശിയോട് സംസാരിക്കണം. എന്റെ പൊന്നു മുത്തശ്ശി, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. അല്ല, ഇത് അട്ടുച്ച നേരം എങ്ങനെ രാത്രി ആയത്? എന്തിനാ അവനെ ശല്യപ്പെടുത്തുന്നത്? ഇങ്ങോട്ട് വാ, വരാനാ പറഞ്ഞത്. എടാ വൃത്തികെട്ട ഡോഗി, നിന്നെ ഞാനൊന്നൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത പാഠം നിനക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താ ഭായ്, നമുക്ക് വോളിബോൾ കളിച്ചാലോ? ഓടാം. അയ്യോ, രക്ഷിക്കണേ! ഒന്ന് പോകുന്നുണ്ടോ? എന്നെ ഉറങ്ങാൻ വിട്.
എന്നെ എന്തിനാ അങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എവിടേക്കായി പോകുന്നത്? നിക്കവിടെ. ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. എടാ വേണ്ട, നിൽക്ക്. എടാ നീ കൈമാറ്റ്. എന്താടാ മറന്നുപോയോ? ഷെയറിംഗാ ഷെയറിംഗ്. ശരിയാണല്ലോ, ഞാൻ മറന്നുപോയി. മാഡം പുറത്ത് പോകുമ്പോൾ മാത്രമേ പാർട്ടി നടത്തുന്നതിൽ ഒരു രസമുള്ളൂ. അതെ ബായ്, ഞാൻ പോവുകയാണേ. എന്റെ പോപ്പി വിളിക്കാൻ ഞാൻ എയർപോർട്ടിന് പോണം. തന്റെ പോപ്പി എയർപോർട്ടിനകത്ത് എന്തെടുക്ക? നല്ല പഴംപൊരി കിട്ടുന്ന ചായക്കട ഇട്ട് വെച്ചിരിക്കുക അവിടെ. എയർപോർട്ടിനകത്ത് ചായക്കടയൊന്നും ഇടാൻ അനുവദിക്കില്ല. എന്റെ അമ്മോ, ഇവനാണ് യഥാർത്ഥ കഴുത. എടാ, അമേരിക്കയിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരികയാ. കർത്ത എല്ലാവരുടെയും സുഹൃത്താ ഡോക്ടർ ബാലു അമേരിക്കയിൽ നിന്നും വരുന്നുണ്ട്. രോഗം വന്നാൽ മരുന്ന് കഴിക്കണം. ന്യൂസ് കാണുമ്പോൾ തുറച്ചു നോക്കണം. ഒരു പ്രത്യേക അറിയിപ്പ്: ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറക്കം വരാതിരിക്കാൻ ഗുളിക കഴിക്കൂ. എന്നിട്ട് ഈ വാർത്ത ശ്രദ്ധിച്ചു കേൾക്കൂ. അമേരിക്കയിൽ നിന്ന് വന്ന ബുഖാഡ് എയർവേസിന്റെ ഫ്ലൈറ്റ് സമുദ്രമധ്യത്തിൽ വെച്ച് പെട്ടെന്ന് കാണാതായിരിക്കുന്നു. പൈലറ്റുമായി ബന്ധപ്പെടുവാനും സാധിക്കുന്നില്ല. അവസാനമായി അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരു ദ്വീപിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്. ആ ഫ്ലൈറ്റില് ഡോക്ടർ ബാലുവും ഉണ്ട്. അതേനെ, എന്റെ മുത്തശ്ശി. ഡോക്ടർ ബാലു എങ്ങനെ തന്റെ മുത്തശ്ശിയായി മാറുന്നത്? വെറുതെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കരുത്. എടാ കഴുതേ, അതിൽ ഡോക്ടർ ബാലുവും തോത്താറാമിന്റെ മുത്തശ്ശി ഉണ്ടെന്നാ പറഞ്ഞ. അതെ ബായ്, എനിക്ക് എന്റെ മുത്തശ്ശിയെ കണ്ടെത്തണം. ഞങ്ങളും വരുന്നു. അവരെ തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കണം. സംശയമുണ്ടോ? വേഗമാ പോവാ. വരൂ, എന്റെ കൂട്ടുകാരന്റെ മോട്ടോർ ബോട്ടുണ്ട്, അതിൽ നമുക്ക് പോകാം. നമ്മൾ പുറപ്പെട്ടു വന്നു, പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കുക? സമുദ്രത്തിൽ ഇങ്ങനെ ഒരുപാട് ദ്വീപുകളുണ്ട്. എന്ത് പറ്റി? ഡീസൽ തീർന്നുപോയി. അല്ല, അത് നിനക്കെങ്ങനെ അറിയാ? ഡീസൽ വളരെ കുറവാണെന്ന് എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു. അതെ ബായ്, താനെന്താണോ ഡീസൽ ഒഴിക്കാത്തത്? അതിന് നീയല്ലേ പറഞ്ഞ് വേഗം പോവാന്ന്. അതുകൊണ്ട് ഞാൻ ഡീസൽ അടിച്ച് സമയം കളയണ്ടെന്ന് വിചാരിച്ചു. വട്ടനെന്നും വട്ടൻ തന്നെയാ. സംശയമുണ്ടോ? സംശയമില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ബാലുവിന്റെ അടുത്ത് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അല്ല, ഇപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് തള്ളിക്കൊണ്ടു പോയാൽ എന്താ? നീ അവനേക്കാളും വലിയ വട്ടനാണ്. വെള്ളത്തിൽ എങ്ങനെയാടാ നമ്മൾ തള്ളിക്കൊണ്ടു പോവാ? ഞങ്ങൾ തള്ളിവിടാം. ഏയ് ടീറ്റി ടൂട്ടു, സുഖാണോ? ഞങ്ങൾക്ക് സുഖം തന്നെയാ. അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് എവിടെയാ പോകേണ്ടത്? ഒരു ഫ്ലൈറ്റ് കാണാതെ പോയി, അത് അന്വേഷിക്ക. അത് ക്രാഷ് ആയ സ്ഥലം ഞങ്ങൾക്കറിയാം. അവരൊക്കെ എന്ത് അവസ്ഥയിലായിരിക്കും അറിയില്ല. കുഴപ്പമില്ല, അവിടേക്ക് ഞങ്ങൾ കൊണ്ടുപോകാം. ഇവിടെ അന്വേഷിക്കുന്നത് വളരെ പ്രയാസമാണ്. സംശയമുണ്ടോ? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. കൊള്ളാം പഴങ്ങൾ. ഞാൻ ഉടൻ തന്നെ കല്ലെടുത്തെറിഞ്ഞ് വീഴ്ത്താൻ പോവാ. എന്റെ അമ്മച്ചി, എന്റെ ഉന്നം തെറ്റിപ്പോയി. വേഗം ഓടിക്കോ. അല്ലെങ്കിൽ ടെൻഷനിൽ കൊട്ടി നമ്മുടെ പണി തീർക്കും. എടാ, ഈ തേനീച്ചൽ നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഞാനിത് തന്നെ വീണു.
താൻ തത്തകൾക്ക് വെറുതെ ദുഷ്പേരുണ്ടാക്കരുത്. മര്യാദയ്ക്ക് പറക്കണോ? അതെ, ഞാൻ ആ കാര്യം മറന്നുപോയി. സംശയണ്ടോ? എന്റെ അമ്മോ! വെള്ളത്തിലേക്ക് ചാടിക്കോ. രക്ഷപ്പെട്ടു. വേഗം വാ, നമുക്ക് പ്ലെയിനെ അന്വേഷിക്കാം. നമ്മൾ കുടുങ്ങി. പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് കുട്ടികളെ ഒന്നും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറിയ പ്രിയപ്പെട്ട കുട്ടിയാണ്. കൊഴുത്ത കുട്ടികളാണ്. ഇന്ന പിടിച്ചോ, ഈ കേക്ക് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ എനിക്ക് പൂച്ചകളെ വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ആ